Hi, I'm Shahin from SAC Designs. We are an architectural and engineering firm. We do turnkey projects, that is architectural design, construction, interior and landscaping. ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന സ്റ്റേജ് വരെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം മഞ്ചേരിക്കടുത്ത് 2023 ഓഗസ്റ്റ് 12 ഹൗസ് വാമിംഗ് കഴിഞ്ഞ് നമ്മളൊരു പ്രൊജക്റ്റ് ആ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നോർമലി നമ്മളൊരു ഹോം ടൂർ ചെയ്യുന്നത് പ്രൊജക്റ്റ് കംപ്ലീഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ആയിരിക്കും. ഇതിൽ ടോട്ടലി നമുക്കൊരു വർഷത്തിലേറെ വധാന ഇയർ ഇപ്പോൾ കഴിഞ്ഞു. നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊജക്ട്സ് വർക്കുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞാലും ഇനി ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ആ പ്രൊജക്റ്റിന് ആ വീടിന് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. നമ്മൾ വന്നിരിക്കുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റ് മിസ്റ്റർ രാജീക്ക്. അപ്പോൾ ആൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അന്ന് നമുക്ക് റിവ്യൂ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആൾ നാട്ടിലുണ്ട്. പുള്ളിയുടെ റിവ്യൂ അതുപോലെ ഹോം ടൂറാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു ക്ലയൻറ്റ് വിളിച്ചു, ഒരു പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റ് വിളിച്ചു. പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ ചെയ്ത പ്രൊജക്റ്റ് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്ലയൻറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മൾ പുള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് 4 years ബാക്ക് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു അത് പോയി കണ്ടോളൂ, ക്ലയൻറ്റിൻ്റെ പെർമിഷൻ എടുക്കണം, ആൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. കാരണം അത്രയും ക്വാളിറ്റി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ പ്രൊജക്റ്റുകളും ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രൊജക്റ്റ് മലപ്പുറം മഞ്ചേരിക്ക് അടുത്തുള്ള ഈ പ്രൊജക്റ്റ് ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് പുള്ളിയോട് ചോദിക്കാം ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, പുള്ളിയുടെ റിവ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് ഡയറക്റ്റ് തന്നെ പുള്ളിയോട് ചോദിക്കാം. ഹായ്, എൻ്റെ പേര് രാജീവ്. ഞങ്ങളുടെ വീട് നിൽക്കുന്നത് മഞ്ചേരിക്കടുത്ത് പെരുമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഒരു ക്വാളിറ്റി എന്നുള്ളത്, ഒരു എൻജിനീയറുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് ഹൈലി പ്രൊഫഷണലാണ്. സെക്കൻഡ് പറയുന്നത് റിലയബിലിറ്റി. നമുക്കറിയാം, ഇപ്പോൾ ഈ വീടുണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആളുകളെ അങ്ങനെ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. പല ആളുകൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവർക്കും വളരെ ബാഡായിട്ടുള്ള പല എക്സ്പീരിയൻസുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിന് മുന്നോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും പല രൂപത്തിലുള്ള അഡ്വൈസും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഞാൻ ഷാനിൽ എത്തിച്ചേർന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു സംഭവം ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം, ക്രെഡിബിലിറ്റി. അതുപോലെ തന്നെ നമുക്ക് 100% റിലയബിൾ ആയിട്ടുള്ള ഒരാളാണ് എൻജിനീയർ ഷായൻ. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ഏൽപ്പിച്ചു. പിന്നെ വർക്ക് വളരെ റെസ്പോൺസിബിളായിട്ട് ചെയ്തു. റെസ്പോൺസിബിൾ മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. ആൾക്ക് ഉള്ളൊരു ക്വാളിറ്റി, വലിയൊരു ക്വാളിറ്റി അക്കൗണ്ടബിൾ ആണ്. ആൾ എന്ത് ചെയ്തോ എന്നുള്ളതിന് ആൾ അക്കൗണ്ടബിൾ ആണ്. അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ ആ ഒരു അക്കൗണ്ടബിലിറ്റി എടുത്തിട്ട് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ചെയ്യും. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ എഞ്ചിനീയറെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ പ്ലീസ് ചെയ്യാനാണ് ശ്രമിക്കുക. എപ്പോഴും ക്ലയൻറ്റിനെ പ്ലീസ് ചെയ്ത് വെക്കാനാണ് ശ്രമിക്കുക, പെർട്ടിക്കുലർലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഏരിയ, വീട്ടിലൊരു ഏരിയ, സപ്പോസ് ഒരു ലിവിങ് റൂം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള കളർ പ്രിഫറൻസുകൾ, സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു പക്ഷേ നമ്മൾ എഞ്ചിനീയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ ഔട്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിൽ കണ്ടതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ പ്ലീസ് ചെയ്യുന്നതിന് പകരം നമ്മളെ ഗൈഡ് ചെയ്യുക, നമ്മളെ അഡ്വൈസ് ചെയ്യുക, നിങ്ങളത് ചെയ്താൽ അത് നന്നായിരിക്കില്ല എന്ന് തുറന്നു പറയുന്ന ഒരു ആർക്കിടെക്റ്റിലെ ഒരു എഞ്ചിനീയറാണ് ഷായൻ. അതെനിക്ക് വല്ലാതെ ഞാൻ ഇംപ്രസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ ഇത് ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇയർ അല്ലെങ്കിൽ ഒരു 2 years കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് പല സംഭവങ്ങളും നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതായത് പല ഏരിയകളിലും നമ്മളുടേതായ തോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ തോട്ട്സ് ഒന്നും ഒരു ഹൗസിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ അത് നന്നായിരിക്കില്ല. ആ സമയത്ത് നമ്മുടെ അടുത്ത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു അത് നന്നായിരിക്കില്ല, നിങ്ങളത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ അഡ്വൈസ് ചെയ്തു. അത് കറക്റ്റ് ചെയ്ത് വന്നു. ഇതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ എൻജിനീയേഴ്സിലൊന്നും ഒരുപക്ഷെ അത്രയ്ക്ക് കാണാൻ കഴിയില്ല. ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിൽ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. സോ നമ്മളൊരു നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ ആൻസെസ്ട്രൽ ഹോമാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻസിലാണ് പെസക്കി കൺസ്ട്രക്ഷൻസുമായിട്ടുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല. സോ താങ്ക് യു.